ഉണ്ട്. അൽഹംദുലില്ലാ ഓക്കെയാണ്. ഓക്കെ ഓക്കെ. അവരെന്നെ ഡൗട്ട് ഉള്ളവരാ നമ്മന്റെ ഇവന്റ് നേരിട്ട് കാണിച്ചിട്ട് ഡയറക്റ്റ് അവരെ ഫിസിക്കലി ഫീൽ ചെയ്യിക്കാറുണ്ട്. ഫുഡ് സാമ്പിൾ കൊടുക്കാറുണ്ട്. അങ്ങനെ വർക്ക് വരാറുണ്ട്. പക്ഷെ എൻ്റെ ഇപ്പോൾ ഓൾറെഡി 2025 വരെയുള്ള ഡാറ്റ എൻ്റെ ഉണ്ട്. പുതിയ ക്ലയന്റുകളെ, പുതിയ ഇനി വടക്കമണി ഇവന്റുകളെ, പുതിയ പലതരം ഇവന്റുകൾ, കോളേജ് കോൺവെക്കേഷൻ ആവാം, ഇനാഗ്രേഷൻ ആവാം, അതുപോലെ വെഡിങ് ആവാം, പല ഇവന്റുകളും ഒരു ഡാറ്റ ഉണ്ട്. അവർ കൺവെർട്ട് ചെയ്യാൻ എൻ്റെ ഏറ്റവും വലിയ ഡിലേമ. അതില് അതില് ഒരു 100 ആളെ വിളിച്ചാല് ഒരു 2 or 3% എനിക്ക് വർക്ക് കൺവെർട്ട് ആവുന്നുള്ളൂ. അതിന് ഫുൾ വർക്ക് കൺവെർട്ട് ആവുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഡിലേമ എൻ്റെ. ഓക്കെ ബ്രീഫായിട്ട് അഷ്റഫ് പറയത്തുള്ളൂ. ഓക്കെ അഷ്റഫ് സാർ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ 60% സെയിൽസ് നടക്കേണ്ടത് അല്ലെങ്കിൽ 70% സെയിൽസ് നടക്കുന്ന റഫറൽ സെയിൽസ് ആണ്. ഓക്കെ, എന്റെ കല്യാണത്തിന് നിങ്ങൾ ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത് പോകുന്നത്, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അല്ലെ? ഉറപ്പായിട്ടും. അപ്പോ അവിടെ നിങ്ങൾക്ക് എവിടുന്നൊക്കെ ഡാറ്റ ഒന്ന് ജ്വല്ലറിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെ? പിന്നെ എവിടുന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാറുള്ളത്? അതെ, വേറൊരു സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ക്ലിയർ ആവില്ല. ആരോ ഓണാക്കി വെച്ചിട്ടുണ്ട് വോയിസ് വോളിയം. അപ്പൊ ക്ലിയർ ആണോ? ഫാസിൽ നിന്ന് ഒരാളൊന്ന് ഓഫ് ആക്കിയാലും ക്ലിയർ ആവും. ഓക്കെ 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 പറഞ്ഞു. അഷ്റഫ് സാറ് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സ് ഡാറ്റ എടുക്കുക. ഓക്കെ ഓക്കെ, ഒന്ന് കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റിമോണിയൽസ് വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള കുറച്ച് പേരെ അങ്ങനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെസ്റ്റിമോണിയൽസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, രണ്ട്, നിങ്ങൾ എപ്പോഴും കാണിക്കേണ്ടത് ആളുകൾക്ക് വിഷ്വൽ ഇമേജ് ആണ്. നിങ്ങളിപ്പോ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പ്രൊഫഷണൽ ആണെന്നുള്ള ഫീൽ ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം ഒരു ടാബെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് ഒരു 1-to-1 ഇരിക്കുമ്പോൾ ഇതാ ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത വർക്ക്, ഇതാണ് ചെയ്തത്, ഇത് ചെയ്തിട്ട് അവർക്ക് ഇന്ന റിസൾട്ട് ഉണ്ടാകും, ഇതാണ് കസ്റ്റമറുടെ ഫീഡ്ബാക്ക്. ഇങ്ങനെ തുടങ്ങി അവരെ കൃത്യമായിട്ട് നിങ്ങൾ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു സെയിൽസ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് നല്ല ഭക്ഷണമാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്റെ അടുത്ത് റഫറൽ ചോദിക്കണം, എടാ പിന്നെ മിഥിലാച്ചാറെ നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും കല്യാണം ഉണ്ടോ, നമ്മൾക്ക് ആ വർക്ക് ഒന്ന് തരുമോ, അല്ലെങ്കിൽ ആ ഡാറ്റ എനിക്കും തരുമോ? അത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. എന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റണം. അതല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എടാ ഞാൻ ഇത്ര % ഡിസ്കൗണ്ട് ചെയ്തു തരുന്നുണ്ട്, നീ ഇതിനുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്തു തരണം. ഓക്കെ, ഇങ്ങനെ ഒരു ഡാറ്റ കളക്ഷൻ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് എന്റെ അടുത്ത് ഡാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിളിക്കേണ്ടത്? ഇപ്പൊ അസർ സാറാണ്, ഞാൻ അസർ സാറിന്റെ ഡാറ്റയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെ വിളിക്കേണ്ടത്? അജർ സാറ് മിഥിലാജ് സാർ തന്നിട്ടുള്ള ഡാറ്റയാണ്. പിന്നെ നിങ്ങൾ മിഥിലാജ് സാർ അടുത്ത സുഹൃത്തല്ലേ, നിങ്ങളൊന്ന് കാണായിരുന്നു, നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ മിഥിലാജ് സാറിന്റെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ അടുത്ത് 3 ടൈപ്പ് മെനു ഉണ്ട്. അതിൽ ഏറ്റവും 2 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ 1.5 ലക്ഷം മുതൽ തന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര വരെ എമൗണ്ട് ഉള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുക, പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് കൺവിൻസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡാറ്റ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അഥവാ എന്റെ നല്ല ജെനുവിൻ ഡാറ്റവും എന്റെ അടുത്ത് നിങ്ങൾ ഡാറ്റ എടുക്കും. അസർ സാറ് കല്യാണത്തിന് അസർ സാറ് ഡാറ്റ എടുക്കുക. അത് നിങ്ങളുടെ സർവീസും നിങ്ങളുടെ ഫുഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇവിടെ എപ്പോഴും പേടിപ്പിക്കുക. എനിക്കെന്തൊരു ടിപ്സ് പറഞ്ഞു തരുമോ? നിങ്ങൾ ഒരു മിനിറ്റ് സാർ, നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാ. അഷ്റഫ് സാറെ, നിങ്ങൾ എപ്പോഴും ഇപ്പൊ അസർ സാറെ ഡാറ്റ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് സംസാരിക്കുമ്പോൾ 3 കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഡൈവേർട്ട് ചെയ്യണം. ആദ്യം പിന്നെ അവരായിട്ട് സംസാരിക്കുക, റാപ്പോ ബിൽഡ് ചെയ്യുക. റാപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? പേടിപ്പിക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഭക്ഷണത്തിന് മോശം വന്നാൽ ആ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ മോശമാണ്. ഞങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത്ര സമയം കൊണ്ട് ഇത്ര റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബെനിഫിറ്റ്. ഇനി പ്രോത്സാഹിപ്പിക്കുക. 100% ഞങ്ങൾ ജെനുവിൻ ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡോ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ തന്നെ തരണ്ട. ഫൈനൽ ക്ലോസിംഗ്. ഓക്കെ, പേടിപ്പിക്കുക, പീഡിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഷെഫീഖ് ചോദിക്കൂ. ഷെഫീഖ് എന്തോ ഷെഫീഖിന്റെ ബിസിനസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞേ. ഷെഫീഖ് സാറേ, ബിസിനസ്സുകാരൊക്കെ അറിയേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ ഒരു NFC കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട് കുട്ടികൾ, ഒരു കാർഡ്, ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ്. ഈ കാർഡ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് ഒരു പ്രിവിലേജ്, ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടില്ല. ഹലോ, ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? അതെ. മാർക്കറ്റിൽ ഇന്ന് ഓട്ടോമൈസ് ചെയ്യാൻ ഒരു ടൂൾ അവൈലബിൾ ആണ്. NFC കാർഡ് എന്നാണ് അതിന് പറയാ. അഥവാ നിങ്ങളുടെ ATM കാർഡ് പോലത്തെ വേറൊരു കാർഡിന് പറയുന്ന പേരാണ് NFC കാർഡ്. ഈ NFC കാർഡ് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ അടുത്തൊരു കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ അടുത്തൊരു കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് നിങ്ങൾ മീറ്റ് ചെയ്ത കസ്റ്റമറുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ആക്സസ് വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, മൊബൈൽ നമ്പർ ചോദിക്കേണ്ട, ഒന്നും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ട് ആക്സസ് ആണ്. അപ്പേന്ന് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവ ആള് തരക്കേടില്ല, ഫുൾ ഓട്ടോമൈസ്ഡ് ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവിന് കൊണ്ടുവരാൻ പറ്റുമോ, നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇനി കസ്റ്റമർ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പ്രിവിലേജ് കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. പ്രിവിലേജ് കാർഡ് ഇന്ന് നിങ്ങൾ നെസ്റ്റോയിൽ പോയാലും ലുലുവിൽ പോയാലും നിങ്ങളെ കസ്റ്റമറെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രിവിലേജ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിവിലേജ് കാർഡ് എന്താ, ഒരു 10,000 രൂപക്ക് നിങ്ങളൊരു ബിസിനസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാർഡിൽ ഒരു 10 റെഡീം പോയിന്റ് സെറ്റ് ചെയ്ത് തരും അവര്. ഈ 10 റെഡി പോയിന്റ് സെറ്റ് ചെയ്യാൻ 10 രൂപയാണ് ഇതിന്റെ വാല്യൂ. ഈ വാല്യൂ എന്തിനാ കൊടുക്കുന്നത്, ഈ കസ്റ്റമർ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്ന് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് പ്രിവിലേജ് കാർഡ് എന്ന് പറയാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് കാർഡ്. ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിന്റെ ഒഴിവുകൾ അല്ലേ. ഓക്കെ, ബിസിനസ് കാർഡ് കണ്ടാല് കസ്റ്റമർ മനസ്സിലാക്കും നിങ്ങളെ മെഷർ ചെയ്യുന്നത് നിങ്ങളെ ബിസിനസ് കാർഡിലൂടെയാണ്. ഈ ബിസിനസ് കാർഡ് കണ്ടാല് അവർ മനസ്സിലാക്കും നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ലയോ എന്നുള്ളത്. ബിസിനസ് കാർഡിന് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബിസിനസ് കാർഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. 2, ഒരു ട്രാൻസാക്ഷൻ ടൂളും കൂടിയാണ് നിങ്ങളുടെ ബിസിനസ് കാർഡ്. അതിലൂടെ നിങ്ങളുടെ സ്കാനർ വെച്ച് നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ റിവ്യൂ വെച്ച് ഡയറക്റ്റ് കസ്റ്റമർ പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് കാർഡിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഡിസൈനിങ്ങും 2, അതിന്റെ മെറ്റീരിയലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനാണ്. ബിസിനസ് കാർഡ് അതേപോലെ തന്നെ LFC കാർഡിന്റെ ഒക്കെ സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ അയാൾക്ക് നിങ്ങളൊരു അപ്പിയറൻസ്, നിങ്ങളൊരു ടെക്നോളജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് തോന്നും. അപ്പൊ തന്നെ അപ്ഡേറ്റഡ് ആയ ഒരാളുടെ കയ്യിൽ ബിസിനസ് ഏൽപ്പിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ്, ഇപ്പം ഒരു ഐപോഡ് കയ്യിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല.
ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ചെയ്ത ആൾ ഇതാണ്, ഇതാ നോക്കൂ ഇവരുടെ ഫംഗ്ഷൻ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുൻപ് ഇൻഷുറൻസ് കൊടുത്തിട്ടുള്ള ആളുകളുടെ ഒരു ബേസിക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് കൊടുത്തത്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഇത് വിഷ്വൽ കാലഘട്ടം ആയതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്റ്റാഫിനെ ഇനി കൃത്യമായിട്ട് ഒരു നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാഫ് ആക്കണമെങ്കിൽ അവിടെയും ടൂൾ ഉണ്ട്, പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾക്കൊരു ചാർട്ട് വെച്ചിട്ട് അവരുടെ മെഷർ ചെയ്യാൻ പറ്റും. ഇതൊന്നും നിങ്ങളുടെ ബിസിനസ് കറക്റ്റ് സ്ട്രക്ചറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. നിലവിൽ നിങ്ങൾ ഇപ്പോഴും പോകുന്നത് എന്താ അറിയോ, പീപ്പിൾ ഡ്രിവൺ ആണ് നിങ്ങളുടെ ബിസിനസ്. അഥവാ ശുക്കൂർ എന്ന് ലീവാണെങ്കിൽ ആ കാര്യം അവിടെ നടക്കൂല. രണ്ട് തരം ബിസിനസ്സാണ് ബിസിനസ്സിലുള്ളത്, ഒന്ന് പീപ്പിൾ ഡ്രിവണും ഒന്ന് സിസ്റ്റം ഡ്രിവണും. പീപ്പിൾ ഡ്രിവന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് മാറിയാൽ നമ്മളെ ബിസിനസ് നടക്കൂല. ഞാൻ അങ്ങോട്ട് ലീവ് എടുത്താ പിന്നെ ഇവിടുത്തെ പരിപാടി ഒന്നും നടക്കൂല. 2 ദിവസം നമ്മൾ മാറി നിന്നാ പരിപാടി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തും. സിസ്റ്റം ഡ്രിവൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ജോയ് ആലുക്കാസിന്റെ ജോയ് അവിടുന്ന് മാറി നിന്നാലും, അതല്ലെങ്കിൽ ലുലുന്ന് യൂസഫ് അലി മാറി നിന്നാലും, അതല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് അയാൾ അങ്ങോട്ട് മാറി വേറെ ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തിയാലും അവിടെ ബിസിനസ് നടക്കും. അത് സിസ്റ്റമാണ്. ഓരോരുത്തരും എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, ഓരോ സ്റ്റാഫിന്റെ പെർഫോമൻസ് എന്താണ്, ആ സ്റ്റാഫ് ആരിലേക്കാണ് എത്തേണ്ടത്, എൻഡ് കസ്റ്റമർ എവിടെയാണ് ഉണ്ടാവേണ്ടത്, ഇൻവെന്ററി ആരാണ് ചെക്ക് ചെയ്യേണ്ടത്, ആരാണ് അക്യുമുലേഷനെ കുറിച്ച് ആലോചിക്കേണ്ടത്, ആരാണ് സ്റ്റോക്ക് എടുക്കേണ്ടത്, അത് ക്ലിയർ ആയിട്ട് നടക്കുന്ന ഒരു സൈക്കിളിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ബിസിനസ് ട്രെയിനിങ്ങിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളെ കുറിച്ച് ഭയങ്കര പ്രധാനമുള്ള കാര്യമാണ്. ഇനീഷ്യലി കുറച്ച് പൈസ ചെലവാകുമെങ്കിലും നമുക്ക് ആ ബിസിനസ്സിനെ ഒരു പ്രോഫിറ്റബിൾ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും നല്ലൊരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. അതിൽ തന്നെയാണ് ഈ സ്റ്റാഫ് ട്രെയിനിങ്സ് വരുന്നത്, അതിൽ തന്നെയാണ് P&L പ്രൈസ് ലിസ്റ്റിംഗ് വരുന്നത്. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറെ നേരമല്ലേ മിഥിലാജെ ബിസിനസ് സംസാരിച്ചപ്പോ, ബാക്കി ഇങ്ങനെ പുതിയതായി വന്ന കുറെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി തോന്നുന്നുണ്ട്. എന്തത് ആകെ തല കിറുങ്ങണെന്ന് പറഞ്ഞിട്ട് പോയി തോന്നുന്നു. ഇപ്പോ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾക്ക് അനുസരിച്ചിട്ടുള്ള ടൂൾസ് ഉണ്ട് കയ്യില്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ HR ആണെങ്കിൽ HR ടൂൾസ് ഒക്കെ വളരെ ചെറിയ വിലയിൽ കിട്ടുന്ന ടൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ട്രെയിനിങ് ടീമിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ റേഞ്ചിലും ഇവിടെ ആൾക്കാരുണ്ട്. സ്മാൾ സ്കെയിൽ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും നിങ്ങൾ വരുന്ന കാൻഡിഡേറ്റ്സിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അറിയണ്ടേ. ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും അവരോട് ചോദിക്കണ്ടെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അവരോട് ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഇന്റർവ്യൂവിൽ ഞാൻ കാണാറുണ്ട്, 3ാമത്തെ ചോദ്യം ചോദിക്കുന്നത് എത്രയാണ് സാലറി, എത്ര തന്നാലാ നിൽക്കാന്നാ. ഇവിടെ തന്നെ നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാ. അത് നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ തേർഡ് പാർട്ടിനെ എന്ത് ഏൽപ്പിക്കുക, നല്ല സ്റ്റാഫിനെ ഹയർ ചെയ്താൽ പറയാം. നല്ല ആളുകളെ കണ്ടെത്താനും കൂടെ നിർത്താനും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സംരംഭകന് നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റൂല. ഇതിനകത്ത് ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ലല്ലോ. ആർക്ക് എപ്പോ വേണമെങ്കിലും എൻട്രി ചെയ്യാം, ആർക്ക് എപ്പോ വേണമെങ്കിലും എക്സിറ്റ് അടിച്ച് പോവാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ നേരത്തെ ഇപ്പോ വേറൊരാളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും വലിയൊരു ആത്മാർത്ഥത ഒന്നും ഇല്ല എന്നുള്ളത്. അത് ഒന്നാമത് നമ്മുടെ നാട്ടിന്റെ ഒരു പ്രശ്നമല്ലേ, നമുക്കിവിടെ പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതിന്റെ പ്രശ്നം. റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും സ്റ്റാഫിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒരു പരിധി വരെ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ നിയർലി ഒരു 40 കമ്പനികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പലപ്പോഴും ഓണ്ടർപ്രണേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം സ്റ്റാഫിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സാലറി ഫിക്സ് ചെയ്യാതെ ചെറിയ ചെറിയ ഗ്രോത്ത് ഓരോ മാസവും കൊടുക്കുന്ന തരത്തിലേക്ക് ഇവരെ നിർത്താൻ ഒരു സ്ട്രാറ്റജി. അപ്പം അസർ പറയുന്ന പോലെ എല്ലാം പോസിബിൾ ആയിക്കൊള്ളുന്നില്ല, കാരണം പകുതി ആൾക്കാരും പോകും. നമ്മൾ കൊടുക്കുന്ന ബേസിക് സാലറി ചിലപ്പം ഗൾഫിലേക്ക് കമ്പയർ ചെയ്തിട്ടാണ് ഇവര് നോക്കുക. അപ്പൊ ഇവർക്ക് പോകാൻ തോന്നും, വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ പോകാൻ തോന്നുന്നില്ല. ഈ നമുക്ക് സ്റ്റാഫിനെ തന്നെ 3ആക്കി നിർത്താം. നമ്മളെ കൂടെ നിർത്തേണ്ട ഒരു വിഭാഗം സ്റ്റാഫ് ഉണ്ട്. അതാരാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അവരെ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യണം, അവരെ നമ്മൾ കുറച്ചുകൂടി ഡെലിഗേറ്റ് ചെയ്യണം, അവരെ കുറച്ചും കൂടി അപ്രൈസ് ചെയ്ത് കൊണ്ടുവരണം. അസർ സാറേ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ടെലികോളിംഗ് സ്റ്റാഫിനെ പ്രൊഡക്ടിവിറ്റി. സാറേ ഒരു കാര്യം പറയാ, ഇതൊരു കാലഘട്ടത്തിന്റെയും കൂടി പ്രശ്നമല്ലേ ഈ ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. അവർക്കിപ്പോൾ ബർഡൻ ഇല്ല,
റെസ്പോൺസിബിലിറ്റി ഇല്ല. ഒരു 30+ അല്ലെങ്കിൽ ഒരു 35+ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അല്ല ഇന്നത്തുള്ള യങ്സ്റ്റേഴ്സിന്. അതും ഒരു ഫാക്ടർ അല്ലേ? ബിലാൽ സാറേ, അത് നിങ്ങൾ ആൻസർ കൊടുക്കാൻ നല്ലത്. സംഭവം സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും തരത്തിലുള്ള ചേഞ്ചുകൾ ഉണ്ടാവും. ഷംല മാം പറഞ്ഞത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ട്, അത് കൊച്ചുകുടിയിൽ നിന്നാണ്. അപ്പം അവിടുത്തെ സ്റ്റാഫുകളോട് ഞങ്ങൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നിയർലി ഒരു 5 to 10 years ആയിട്ട് അതേ ഷോപ്പിൽ തന്നെ നിൽക്കുകയാണ്. ഇലക്ട്രോണിക് ഷോപ്പാണ്. അപ്പൊ അതിൽ അവർ കാരണം പറഞ്ഞ എന്താ വെച്ചാല് അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ബെസ്റ്റ് കരിയർ ഓപ്റ്റ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ കാരണം വെച്ചാൽ ഒന്ന് ഫിനാൻസ് ആണ്, രണ്ടാമത്തത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു ഞാൻ പ്രതിസന്ധിയിൽ പെടുമ്പോൾ എന്നെ സഹായിക്കാൻ എന്റെ ബോസ് ഉണ്ടാകും എന്നൊരു ഫീല് കൊടുക്കാൻ കഴിഞ്ഞാൽ കുറെ സ്റ്റാഫുകൾ അവിടെ നിൽക്കും. അപ്പൊ കൊറോണ സമയത്ത് പല ആൾക്കാരും, കഴിഞ്ഞ ദിവസം ഞങ്ങൾ സീൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള മട്ടന്നൂരിലെ പബ്ലിക് സ്കൂളിൽ പോയി. അപ്പൊ അവിടുത്തെ ചെയർമാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഫണ്ടിലെ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ഫണ്ട് ചെലവായത് എനിക്ക് കോവിഡ് സമയത്താണ്. കാരണം ഞാൻ എന്റെ സ്റ്റാഫിനെ എല്ലാവരും നിലനിർത്താൻ വേണ്ടി ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു ഇൻകം കൊടുത്തോണ്ടിരുന്നു. ഞാൻ സ്മോൾ സ്കെയിൽ ബിസിനസ്സിലാവുമ്പോൾ അതിൻ്റെതായ ലെവലിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ബട്ട് വാട്ട് എവർ, കുറച്ചുകൂടി കണക്ഷനും നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഇപ്പം ഞാൻ ബിലാൽ ഇപ്പൊ ഈ ട്രെയിനിങ്ങിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ഉത്തരവാദിത്തം ബിലാലിനുണ്ട്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ആൾക്കാരെയും കുറ്റം പറയാം, എങ്കിലും നമുക്ക് കൂടി ഉണ്ട്. അപ്പൊ നമ്മളിൽ ഒരു പേഴ്സണൽ തിരുത്തൽ, നമ്മൾ ആളുകളുമായി കണക്ട് ചെയ്യുന്നിടത്ത് ഒരു പ്രശ്നമുണ്ടോ, അതുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണ്, റിലേഷൻഷിപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കൃത്യമായിട്ട് ബോണസുകൾ കൊടുക്കുന്നുണ്ടോ, അത് കൃത്യമായി അവരിലേക്ക് എത്തുന്നുണ്ടോ, നമ്മുടെ സ്റ്റാഫിന് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ. ഒരു സ്റ്റാഫിന് ഒരു കമ്പനിയിൽ നിൽക്കണമെങ്കിൽ അയാളെ മനസ്സിൽ തോന്നണം, ഇവിടെ ഞാൻ നിന്നാൽ എനിക്ക് കാര്യമുണ്ടാകും, ഇവിടെ നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ നിന്നാൽ എനിക്ക് കാര്യമുണ്ടാവും, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്നാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് ഒരു സ്റ്റാഫിന് ആ ഒരു വിഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയണം. അപ്പൊ ഞങ്ങള് ബ്രദേഴ്സ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ ഞങ്ങള് കൺസൾട്ടൻസ് ആണ്. വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രൊജക്ട് പിക്ചേഴ്സ് എന്താ പറഞ്ഞാൽ, ഇപ്പോഴത്തെ HR 2030 മലപ്പുറത്തെ ഓഫീസിലായിരിക്കില്ല, ഇപ്പോഴത്തെ HR 2030 ബാംഗ്ലൂരിലെ ഓഫീസിലാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഓഫീസിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള വിഷ്വൽ ഇമേജ് ഇപ്പോഴേ അവർക്ക് കാണിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഷംല മാമിന്റെ ഒക്കെ ബിസിനസ് പറഞ്ഞാൽ അസാധ്യ സാധ്യതയുള്ളതാണ്. ഇന്നിപ്പോ ഷിഹാബ് അതിന്റെ ഒരു വണ്ടർഫുൾ പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷിഹാബ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൗത്ത് ഇന്ത്യയിൽ തുടങ്ങുകയാണ്, ഇനി നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ധനാ ജസീമിന് തോന്നണം, ഞാൻ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയുടെ ഹെഡ് ആവാൻ ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ സൗത്ത് ഇന്ത്യയുടെ ഹെഡ് ആകുന്നു, എന്റെ പൊസിഷൻ, എന്റെ കാറ്, എന്റെ സൗകര്യങ്ങൾ അതായിരിക്കും ഈ ബിസിനസിനെ ഈ ലെവലിലേക്ക് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അവിടെയാണ് ഒരു വിഷണറി ആയ, ലീഡർഷിപ്പ് ഉള്ള, ഇന്നോവേറ്റീവ് ആയ, കറേജിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണറുടെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡ്രീം നമ്മുടെ ടീമിന് കൊടുക്കാൻ വേണ്ടി കഴിയണം. ആ ഡ്രീം നമ്മുടെ ടീമിന്റെ ഡ്രീം കൂടി ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം. വിഷ്വലൈസേഷൻ ഇങ്ങനെ കൊടുക്കാൻ കഴിയണം. 2030 നമ്മൾ ഇവിടെ ആട്ടോ, അത് നമ്മൾ പ്ലാൻ ചെയ്ത് അതിന്റെ പിക്ചർ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യണം. അതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെയൊക്കെ സ്റ്റാഫിനെ നിലനിർത്താനുള്ള സാധനം. പിന്നെ ഷംല മാം പറഞ്ഞ പോലെ ഒരു കാര്യം ശരിയാണ്, പോകേണ്ട ചില ആളുകളൊക്കെ പോകും. എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളവരെ പിടിച്ചു നിർത്താനുള്ള സ്ട്രാറ്റജികളാണ്. അവർക്ക് തോന്നണം ഇവിടെ നിന്നാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. പിന്നെ നിങ്ങൾക്ക് അവർക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിന്റെ ഒരു ഇത്ര പെർസെന്റേജ് സ്റ്റാഫിന് ഒരു ഷെയർ കൊടുക്കുന്ന പോലെ, ഒരു ഇത്ര ശതമാനം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫിനെ നിലനിർത്താൻ പറ്റും. ഈ തരത്തിലൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ആണ്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധം സ്ഥാപിക്കുക. ഇവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് സഹായിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയാന്നുള്ളതാണ്. ഈവെന്തോ ഈ ഒരു ക്വസ്റ്റ്യന് ഒരു പറ്റുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ, എന്നാലും കുറച്ചുപേര് പോകുന്ന തന്നെ നമ്മൾ വിശ്വസിക്കണം കേട്ടോ. ഒരാളെയും അപ്ലൈ ചെയ്തിട്ട് ഫാസിൽ പോയാൽ ബിലാലിന്റെ ട്രെയിനിങ് കൊളാവും, അല്ലെങ്കിൽ അസർ മാറിയാൽ ഈ ട്രെയിനിങ് കൊളാവും കൊണ്ട് നമ്മൾ ഇരുന്നാൽ ഇത് നടക്കൂല. നമ്മൾ ആരൊക്കെ പോയാലും നമ്മൾ അതിജീവിക്കും. ഓക്കെ, ബിസിനസ്സിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ്സുകാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടെലികോളിംഗ് സ്റ്റാഫ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ 7 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീമിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഓർഗനൈസേഷനെ സക്സസ് ആക്കാനും വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾ ഒരു ഓഫറിന് സെറ്റ് ചെയ്യേണ്ടത് ഡെഡ് സ്റ്റോക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2, ഒരു ബൾക്ക് സ്റ്റോക്ക് എടുത്ത് ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ബൾക്ക് സ്റ്റോക്ക് എടുക്കുക, ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക. രണ്ട്, മൂന്ന്, ഒരു ഹ്യൂജ് സെയിൽസ് ടാർഗറ്റ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓഫറിനെ സെറ്റ് ചെയ്യേണ്ടത്. 4, ക്ലിയർ ആണോ? 4, ഇമ്പൾസീവ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5, ഡിസ്ട്രിബ്യൂഷനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നിങ്ങളുടെ ടെലികോളിംഗ് സ്റ്റാഫിൽ 3 ടൈപ്പ് ഇൻസെന്റീവിനെ സെറ്റ് ചെയ്യാൻ പറ്റണം. ഡെയിലി ഒന്ന് 1 to 1, 2, 3 അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവർക്കൊന്ന് എഴുതാനോ നോട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം ഒന്ന് കിട്ടിക്കോട്ടെ. ഫ്രം ദി ബിഗിനിങ് ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ആദ്യം മുതൽ പറയാം. നിങ്ങളുടെ ടെലികോളിംഗ് സ്റ്റാഫിനെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ 3 കാര്യം ശ്രദ്ധിക്കണം. ഇൻസെന്റീവിനെ കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു എന്റർപ്രണർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ 3 ടൈപ്പ് ഇൻസെന്റീവിനെ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെഡ് സ്റ്റോക്കിനെ ക്ലിയർ ചെയ്യാനുള്ള ഓഫർ സ്ട്രാറ്റജിയാണ് ആദ്യം നിങ്ങൾ ഇൻസെന്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അഥവാ ഈ ഒരു സാധനം വരുന്ന 10 ദിവസത്തിനുള്ളിൽ വിറ്റിട്ടില്ലെങ്കിൽ ഈ സാധനം നാശമാവും. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? ടെലികോളർക്ക് ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് ഉള്ള രൂപത്തിൽ ഇതിനൊരു ഓഫറിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടത് ഏജ് കാറ്റഗറി നോക്കിയിട്ടാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് കുറെ സമയമായി ഇരിക്കുന്നു, സ്റ്റോറിൽ ഇരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് കുറെ സമയമായി ഇരിക്കുന്നു. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, അതിനാണ് നിങ്ങൾ രണ്ടാമത് ഇൻസെന്റീവിനെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. മൂന്നാമത് ഇൻസെന്റീവിനെ സെറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെയിലി ഒരു പ്ലാൻ ഉണ്ടാവണം ടെലികോളർക്ക് കൊടുക്കാൻ. വീക്കിലി ഒരു പ്ലാൻ ഉണ്ടാവണം, മന്ത്ലി ഒരു പ്ലാൻ ഉണ്ടാവണം. ഇങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കൂട്ടാനും പറ്റും. കൂടാതെ എന്ത് ചെയ്യാനും കൂടി പറ്റും? നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ലൊരു ഹ്യൂജ് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇത് നിങ്ങളുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കി, നിങ്ങളുടെ റവന്യൂ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ചോദിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഒരു ടെലികോളർ ആണെങ്കിലും ഒരു സെയിൽസ്മാൻ ആണെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ 3 കാര്യങ്ങളാണ് സാധാരണ കമ്പനി ചെയ്യാറുള്ളത്. ഓക്കെ. 1, ഓർഗനൈസേഷൻ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഒരു ഓഫറിനെ സെറ്റ് ചെയ്യും. 2, സെറ്റ് ചെയ്യുന്നത് ഡെഡ് സ്റ്റോക്കിലേക്ക് പോകുന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഓഫറിനെ സെറ്റ് ചെയ്യും. 3, ഏജ് കാറ്റഗറി പ്രൊഡക്റ്റിന്റെ പ്രായം നോക്കിയിട്ട് എന്ത് ചെയ്യും? ഓഫറിനെ സെറ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ സർവീസും ഒന്ന് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ബ്രാൻഡിനെ നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ സ്റ്റാഫിന് കൊടുക്കുന്ന ഇൻസെന്റീവ് ആയിരിക്കരുത് നമ്മുടെ കയ്യിലുള്ള ഒരു ഓൾഡ് സ്റ്റോക്കിനെ നമ്മൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. ബ്രാൻഡിനെ പരിചയപ്പെടുത്താൻ കൊടുക്കുന്ന ഇൻസെന്റീവും ഓൾഡ് സ്റ്റോക്കിന് വിറ്റഴിക്കുമ്പോൾ കൊടുക്കുന്ന ഇൻസെന്റീവും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഇതിൽ ഓരോ കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസെന്റീവ് നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് അത് വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ, ഗോ ഓൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിന് ക്ലാരിറ്റി തരാം. സമയം ഏതാണ്ട് ഇന്നത്തെ സെഷൻ ഏതാണ്ട് അവസാനിക്കാനായിട്ടുണ്ട്. മണി ഈസ് ദ മോട്ടിവേറ്റർ അല്ലേ? ഇതിന്റെ കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മണി ഈസ് ദ മോട്ടിവേറ്റർ. മണി ഈസ് ദ മോട്ടിവേറ്റർ. അതെ, മണി ഈസ് ദ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഒരു പ്രധാന സാധനമാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ്, ഡിമാൻഡബിൾ ഒരു സ്റ്റാൻഡേർഡ് എൻവിറോൺമെന്റ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിൽ നമ്മുടെ ഓഫീസ് സ്പേസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഫെസിലിറ്റീസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവർക്ക് കൊടുക്കുന്ന ഓഫേഴ്സ്, അവർക്ക് കൊടുക്കുന്ന ഇപ്പൊ ട്രാവലിങ്ങോ ട്രെയിനിങ്ങോ അത്തരം കാര്യങ്ങള്, അങ്ങനത്തെ ഒരു മൂഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്.
ബിലാൽ സാറേ ആ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, എന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഹെൽത്ത് പ്ലാന്, ടേം പ്ലാന്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ആ അതിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പൊ നമ്മൾ കസ്റ്റമറോട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങോട്ട് അവരുടെ പൈസ ആണ് ശരിക്കും ആവശ്യപ്പെടുന്നത്. അതെ അതെ, മനസ്സിലായി. മനസ്സിലായി. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് Yes. ബെനിഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, പക്ഷെ അപ്പൊ അത് കൂടുതൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ശരിക്കും. ഇങ്ങനെയാണത്. കാരണം എന്റെ ഇപ്പത്തെ ഒരു 3-4 മാസമായിട്ട് വളരെ ഡൗൺ ആണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, കേട്ടില്ല. ഞാൻ മാത്രമാണോ കേൾക്കാതിരുന്നത് എനിക്കറിയില്ല. മിഥിലാജ് കേട്ടെങ്കിൽ മിഥിലാജ് ആൻസർ ചെയ്തു. ഒന്നുകൂടെ പറയാ. ഹലോ, മിഥിലാജ് വോയിസ് ഓൺ ചെയ്യടാ. മിഥിലാജ് വോയിസ് ഓൺ ചെയ്യടാ മോനെ. ഷഫീഖ് സാർ സാർ കേൾക്കണ്ട? കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചു, പിന്നെ നമ്മളെപ്പോഴും ഒരു സെയിൽസ്മാൻ ആണെങ്കിലും ടെലികോളർ ആണെങ്കിലും കച്ചവടം നടക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? നോ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കച്ചവടം നടക്കാത്തത്. വിൽക്കുന്ന സർവീസ് നിങ്ങൾ ചോദിക്കും ബ്രേക്ക് ആവണം. സെയിൽസ്മാനിലുള്ള വിശ്വാസമാണെന്ന്. അല്ല, പ്രൊഡക്റ്റിൽ ഓഡിബിൾ ആണോ? അപ്പൊ കേൾക്കണ്ട്. ഓക്കെ, കച്ചവടം നടക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? വിൽക്കുന്ന ആൾക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലാത്ത. നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. ഓക്കെ, ഷഫീഖ് സാറേ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഈ ഒരു പ്ലാനിന് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ഇൻഫോർമേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ഇൻഫോർമേഷൻ, 2 ഇൻവിറ്റേഷൻ, 3 ബിഫോർ എഡിഫിക്കേഷൻ. ഇന്നലെ പറഞ്ഞ സെയിം സാധനം. ബിഫോർ എഡിഫിക്കേഷൻ. ഓക്കെ, പ്ലാൻ. ഓക്കെ, ആഫ്റ്റർ എഡിഫിക്കേഷൻ. ഓക്കെ, സെൻസ് ഓഫ് എർജൻസി. ഓക്കെ, ക്ലോസിംഗ്. ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇതാണ് സ്ട്രാറ്റജി. അപ്പൊ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടി വരും, കൃത്യമായിട്ട് വാങ്ങേണ്ടി വരും, പിന്നെ ഇതിനെ കൃത്യമായിട്ട് അവരെ പറഞ്ഞേണ്ടി വരും. പിന്നെ ഇതിന്റെ ക്ലിയർ ആവുണ്ടോ? ഇതിനെ കൃത്യമായിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഇത് വിഷ്വൽ ഇമേജിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റേണ്ടി വരും. ലാസ്റ്റ് സെൻസ് ഓഫ് അർജൻസി കൊടുത്ത് കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഹൈടിക്കറ്റ് ബിസിനസിന്റെ സ്ട്രാറ്റജിയാണ്. അഥവാ ഇന്ന് കേരളത്തിൽ 800 കോടിയുടെ കൊണ്ടുപോയിട്ടുള്ളതാണ് ക്യൂനെറ്റ് നെറ്റ്വർക്കിംഗ്. ക്യൂനെറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് സ്ട്രാറ്റജിയാണ് ഈ. ഓക്കെ ഷഫീഖിന് ആ ഒരു സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം. പിന്നെ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഗോള് കാണിച്ചു കൊടുക്കാൻ പറ്റണം. എന്തെങ്കിലും ഒരു പർപ്പസിനാണ് ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനാണ് ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഒന്നുകിൽ അത് അവരുടെ റിട്ടയർമെന്റ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മകളുടെ കല്യാണം ആയിരിക്കാം, അല്ലെങ്കിൽ വീട് വെക്കാനായിരിക്കാം. അപ്പൊ ഒന്നുകിൽ അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഗോള് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സാർക്ക് ഇപ്പൊ മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ സാർക്ക് ഇപ്പൊ റിട്ടയർമെന്റിന്റെ സമയത്താണ്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ഗോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും, എന്നാലും ആ ഗോളിലേക്ക് കറക്റ്റ് അവരെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്നിട്ട് ഓരോ മനസ്സിലായി. ഓരോ ഗോളും അച്ചീവ് ചെയ്യാൻ ഓരോ പ്ലാൻ ആണെന്ന് പറയണം. പിന്നെ എപ്പോഴും ഒരു വിഷ്വൽ എയ്ഡ് നമ്മൾ കയ്യിൽ വെക്കണം. അക്കങ്ങൾ കൂട്ടിയിട്ട് കാണിച്ചു കൊടുക്കണം. ചെറിയ അക്കങ്ങൾ കൂട്ടി വലിയ ഉത്തരം വരുന്ന തരത്തിലായിരിക്കണം കാണിച്ചു കൊടുക്കേണ്ടത്.
ക്ലിയർ ആവുന്നുണ്ടോ? ഒരു നല്ല കാൽക്കുലേറ്ററോ ഓക്കെ. സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു ഐപോഡ് ഉണ്ടാവണം. അതിൽ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ മാസം ഒരു 1000 രൂപ ഇട്ടാൽ അല്ലെങ്കിൽ ഡെയിലി ഒരു 100 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് ഗ്രോത്ത് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. മണി കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. എസ്പെഷ്യലി ഇപ്പോൾ ഒരു SIP ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതെങ്കിൽ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ 55 30 വയസ്സിൽ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ പ്രായത്തിൽ ഇപ്പൊ എനിക്കൊരു 29 വയസ്സായി, ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ഞാൻ ഒരു 50 വയസ്സാകുമ്പോഴേക്ക് എനിക്ക് 21 കൊല്ലം കൊണ്ട് ഞാൻ 100 രൂപ ഡെയിലി ഇട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു മാസം 1000 രൂപ ഇട്ടാൽ 1000 ഇൻറ്റു ഇത്ര ദിവസം നിങ്ങളുടെ ഇൻകം ഇതാണ്. അങ്ങനെ ഒന്നും നമുക്ക് അത് വിസിബിൾ ആക്കി കൊടുക്കുക, അതിങ്ങനെ കാണിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കറക്റ്റ്. ഗോളിന് ഓക്കെ ഓക്കെ താങ്ക് എനിക്ക് യു, താങ്ക് യു. തോന്നുന്നു. ഓക്കെ ഡിയർ, നമ്മുടെ സെഷൻ ഇന്ന് അവസാനിക്കാൻ പോവാണ്. 10 മണി കഴിഞ്ഞു. 5 ദിവസമായിട്ട് നമ്മൾ ഈ സെഷനിലുണ്ട്. അവസാന ദിവസം ഞങ്ങൾ ടെലികോളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്ന് വെച്ചാണ് വന്നത്. പക്ഷെ നിങ്ങളുടെ നീഡ് കുറച്ചുകൂടി ബിസിനസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. മിഥിലാജ്, ആർ യു ദർ? ഓക്കെ, അപ്പം എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു ഫൈനൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം. ഒന്നുകിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആസ് വി ആർ ബിഗിനേഴ്സ് ഇൻ ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ടെലി സെയിൽസിന്റെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കൂട്ടത്തിലൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ചില പാക്കേജുകളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ബിസിനസ്സിൽ സിസ്റ്റം ജനറേഷൻ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് നമ്മളുടെ സ്പെഷ്യൽ കാര്യം ഒന്ന് പറഞ്ഞാളേ. ആ അഥവാ നിലവിൽ ഒരു ഇതെല്ലാ സംരംഭകരും കേൾക്കാനുള്ളതാണ്. കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുള്ള ബിസിനസ്, ഒന്ന് ഇബാദി പെർഫ്യൂംസും 2 സിറി പെർഫ്യൂംസ് ആണ്. ഹൈലൈറ്റിലാണ് 2 ബിസിനസ് ഉള്ളത്. 2 ബിസിനസിനും 18ലേറെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഓക്കെ, നിലവിൽ അവരുടെ ബിസിനസ് ഗ്രോത്ത് 2 വർഷത്തിൽ ഉണ്ടായിരുന്ന ഗ്രോത്ത് പെർ മന്ത് 30 lakh ആയിരുന്നു. 30 ലക്ഷം രൂപയുടെ ഗ്രോത്ത് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അവരെ ബിസിനസ്സിനെ കഴിഞ്ഞ 3 മാസം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർക്ക് ഞങ്ങൾ കൊടുത്ത പ്ലാന് കൃത്യമായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. 3 മാസം നിങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങൾക്ക് ട്രയൽ പീരിയഡ് ആയിട്ട് തരാം. നിങ്ങളുടെ ബിസിനസ്സിനെ 3 മാസം ഞങ്ങൾക്ക് ട്രയൽ പീരിയഡ് ആയിട്ട് തരാം. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്തതിനേക്കാൾ ഗ്രോത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളായിട്ട് ഒരു ആനുവൽ കോൺട്രാക്ട് ബ്രോക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു 3 മാസം ഞങ്ങൾക്ക് ചെയ്യാന് ജസ്റ്റ് സർവീസ് പേയ്മെന്റ് മാത്രം മതി. ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാല്, കൃത്യമായി സ്റ്റാഫിനെ ടാലന്റ് അക്വസിഷൻ ചെയ്തിട്ടേ ഞങ്ങൾ ഹയർ ചെയ്യുള്ളൂ. ഓക്കെ, സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇന്റേണൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യും. ഒരു ലോങ് ടേമിലേക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഓർഗനൈസേഷൻ ഒരു വലിയ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നിങ്ങളെ കൂടെ നിർത്തും. 3 മാസം കഴിഞ്ഞാൽ സ്ട്രാറ്റജി മാറും. ബിസിനസിന്റെ 10% പ്രോഫിറ്റ് ആണ് പിന്നെ നമ്മൾ സംസാരിക്കാം. ആദ്യത്തെ 3 മാസം തന്നെ ഒരു ടെസ്റ്റിംഗ് പീരീഡ്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും, നിലവിലുള്ള ബിസിനസിന്റെ ഒരു അവസ്ഥ എന്താണ്, ഞങ്ങളൊരു ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ മിഥിലാജ് പറഞ്ഞ ഇന്റേണൽ ചേഞ്ചസിലാണ് ഞങ്ങൾ ആദ്യത്തെ മാസം വർക്ക് ചെയ്യുക. ഇന്റേണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ഒരു ചേഞ്ച് കാണാൻ പറ്റില്ല. സ്റ്റാഫിന്റെ പാറ്റേൺ, ബിഹേവിയർ, അവിടുത്തെ സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്, കസ്റ്റമർ സർവീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് കയറി ഇടപെടും. എന്നിട്ട് അവിടെയുള്ള ചേഞ്ചസും ഫ്രെയിമിങ്ങും ഷേപ്പിങ്ങും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നടത്തും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകും. അപ്പൊ ഈ ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് പെർസെന്റേജോ പ്രോഫിറ്റോ ഒന്നുമല്ല, ഞങ്ങൾക്ക് വെറും സർവീസ് ചാർജ് മാത്രമാണ് നമ്മൾ വാങ്ങുക. ഇങ്ങനെയാണ് നമ്മൾ കമ്പനീസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങളിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യും, ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതുപോലെയാണ് ബിസിനസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റാഫ് ഗ്രൂമിംഗ് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫ് പെർഫോമൻസിന്റെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ് ആണെങ്കിൽ അതും നമ്മൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ബിസിനസ് പേഴ്സണാലിറ്റീസിന്റെ സ്പീക്കിംഗ് ടെക്നിക്സ്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, പ്രസന്റേഷൻ, ഇപ്പൊ നേരത്തെ ഫാസിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്പീക്കർ വർക്ക്ഷോപ്പ്, നിങ്ങൾക്ക് ഒരു ബിസിനസ് ബ്രാൻഡ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്
ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ നാട്ടുകാരോട് സംസാരിക്കണം, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം, പോഡ്കാസ്റ്റുകൾ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന പ്രസന്റേഷൻ വർക്ക്ഷോപ്സ് നമ്മളുടെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെലികോളിംഗ് ടീമിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്ട്രാറ്റജി ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ടാണ് തന്നത്. നിങ്ങൾക്ക് ഒരു 10-15 സ്റ്റാഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സ്റ്റാഫ് ഉണ്ട്, നിങ്ങൾ മാസം 3000 ലീഡിന് പൈസ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ലീഡ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ വന്ന ലീഡിനെ ക്വാളിറ്റി ലീഡാക്കി അതിനെ നമുക്ക് കൃത്യമായി കൊണ്ടുവന്ന് അതിനെ കളക്ട് ചെയ്ത് അതിനെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഇൻഫോർമേഷൻ കൊടുത്ത് അവർക്ക് ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും കൊടുത്ത് കൺക്ലൂഷനിൽ അവരെ നമ്മൾ ഒന്നുകിൽ ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലോസിംഗിലേക്കോ കൊണ്ടുപോയി അവരെ വെച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് റിട്ടൻഷൻ കസ്റ്റമേഴ്സ് ആക്കുന്ന തരത്തിലുള്ള ടെലികോളിംഗ് വർക്ക്ഷോപ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇതിൽ നമുക്ക് എന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അസേർ ഡിഫറെന്റ് ആയിരിക്കും സജീറയുടെ ബിസിനസ്സിൽ നിന്ന്, സജീറ ബിസിനസ് ഡിഫറെന്റ് ആണ് ഫാസിലിന്റെ ബിസിനസ്സിൽ നിന്ന്. അപ്പൊ നമ്മളിപ്പോ ഒരു ജനറൽ ഐഡിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, ബിസിനസ്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബിസിനസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പുരുഷനാണ്, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു സ്ത്രീയാണ്, വേറെ തന്നെ ഒരു കുഞ്ഞാണ്. ഒരു കർഷകൻ ഒരു വിത്ത് ഇട്ടിട്ട് അതിൽ നിന്ന് വിളവ് കാത്തു നിൽക്കുന്ന അത്രയും പേഷ്യൻസോട് കൂടി നമ്മുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റിനെ നോക്കി കണ്ട് 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 അതിൽ നിന്ന് വിളവ് നൽകുന്നത് വരെയും നമ്മുടെ പാർട്ടിസിപ്പേഷനും നമ്മുടെ ശ്രദ്ധയും കൃത്യമായിട്ട് ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ അസിസ്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്, ഒന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. മിഥിലാജ് അങ്ങനെയല്ലേ? എനിത്തിങ് ടു ആഡ്? ഇതിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഓഫറിനെ സെറ്റ് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ബ്രാൻഡിങ്ങിലോട്ട് കൊണ്ടുപോകും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുക. കൃത്യമായിട്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാരണം ഞാൻ 24ാമത്തെ വയസ്സിൽ 40 കമ്പനി സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അവർക്കൊക്കെ സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ബിലാൽ സാറിനും അത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ പ്രോമിസ് തരുന്നത്. ആ 2000 കോടിയുള്ള കമ്പനി വരെ ലാസ്റ്റ് നമ്മൾ അസറ്റ് ഹോംസ് ഒക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അസറ്റ് ഹോംസിനെ പോലത്തെ ആളുകൾക്കൊക്കെ നമ്മൾ ട്രെയിനിങ്, സ്റ്റാഫിന്റെ പെർഫോമൻസിൽ, പേഴ്സണൽ മാസ്റ്ററിയിലൊക്കെ നമ്മൾ അസറ്റ് ഹോംസിലൊക്കെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് അതിലൊരു സപ്പോർട്ട് ഉണ്ടാവണം, ഒരു സ്നേഹം ഉണ്ടാവണം. പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ചെയ്തു എന്നുള്ളത്, അല്ലാണ്ട് ഒരു ഈഗോ ലെവലിൽ നിന്നിട്ടല്ല പറയണത്. ഞങ്ങൾ അതിന് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. താങ്ക് യു. അപ്പം ഇത്തരം കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം, നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് മസിലൊക്കെ വിട്ട് ഒന്ന് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻസ്, വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഞങ്ങളുടെ കോഴ്സുകളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതുണ്ടോ, അതൊക്കെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഞങ്ങൾ തരികയാണ്. നിങ്ങളുടെ ബ്രാൻഡിനെയോ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിനെയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡിനെയോ ഒരു 10 വീഡിയോ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കൊളാബ് ചെയ്യാനും ഫ്രീ ആയിട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ആവണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബ്രാൻഡ് ആക്കണമെങ്കിലോ അതിനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ട്രെയിനിങ്ങിലും നിങ്ങൾ നമ്മളുമായിട്ട് ട്രെയിനിങ് കോൺട്രാക്റ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്കുള്ള ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, നിങ്ങളൊരു ബിസിനസ് വോളിയോ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കും. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്യാനല്ല. നിങ്ങൾ ആലോചിക്കുക, 5 ദിവസമായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ഈ വർക്ക്ഷോപ്പ് അവസാനിക്കുമ്പോഴും ഏതാണ്ട് ഇത്രയും ആളുകൾ ഈ ഒരു ടീമിൽ ഉണ്ടാവുന്നു. തുടർച്ചയായിട്ടുള്ള വർക്ക്ഷോപ്സ് ആണ്. അപ്പം ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഇവിടെ ഒരു മലബാർ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിൽ പകല് മുഴുവൻ ക്ലാസ് എടുത്ത് തുടങ്ങിയിരിക്കുന്നത് പാരന്റ്സിനും കുട്ടികൾക്കും. ദെൻ ഈവനിങ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇത്രയും ദിവസങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, നല്ലൊരു റാപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആരാണ് ആദ്യമായിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക? ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ പൊക്കിയാൽ മതി. യാ, താങ്ക് യു ധന. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു യു ഗൈസ്. സത്യം പറഞ്ഞാൽ ടെലികോളിംഗിന്റെ ഒരു എങ്ങനെയാണ് ഒരു ലീഡ് വന്നാൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് ഒന്നും എനിക്കൊരു അറിയത്തില്ല, എനിക്ക് പിടിയില്ലായിരുന്നു. ബട്ട് ഈ ഒരു സെഷൻ, ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, ആ അപ്രോച്ച് കുറെ അധികം ടിപ്സ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഷുവർ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. ഹാർഡ് വർക്ക് താങ്ക്സ് ടു യു ഗൈസ്. Thank you. This is the thing that we expect from you, Dana, and we are really thankful for your participation because ചില ടൈമിലൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോഴും ട്രൈ ആവാതെ കാത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റി. താങ്ക് യു ഓൾ. താങ്ക് യു ധന. ആൻഡ് വേറെ വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്സ് ഡിയേഴ്സ്? ഹലോ ഷഫീഖ്. ഹായ് ഷഫീഖ്. ക്ലാസ് കൊള്ളായിരുന്നു കേട്ടോ.
താങ്ക് യു. കൊള്ളായിരുന്നു. എനിക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ട മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹലോ. നന്നായിട്ട് കേൾക്കുന്നു, നല്ല ശബ്ദം. കമോൺ. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് ചില സമയത്ത് ഞാൻ കോമൺ ആയിട്ട് പറയട്ടോ, ഒരു വ്യക്തികൾക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്തു. ഇൻ ദ സെൻസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അതായത് ഇപ്പൊ ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ആ ചില ഒരു വ്യക്തികൾക്ക് മാത്രമായിട്ട്, എന്റെ മാത്രം അഭിപ്രായം കേട്ടോ, ഞാൻ ആ അത് നെഗറ്റീവായി ചിന്തിക്കരുത്, ഒരു വ്യക്തികൾക്ക് മാത്രമായിട്ട് കുറെ ടൈം സ്പെൻഡ് ആയി പോയ പോലെ തോന്നിയിട്ടുണ്ട്. യെസ് യെസ് യെസ്. അതെ അതെ, ഈ ചില ആളുകൾ ചോദ്യം ചോദിക്കുമ്പോ അതിന് ഉത്തരം പറഞ്ഞ് അങ്ങനെ അങ്ങനെ അതിൽ കണക്ട് ചെയ്ത് പോകുന്ന പോലെ അല്ലെ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് ഒരു മിസ്മാച്ച് വരുന്ന പോലെ, കാരണം നമ്മൾ ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കല്ലേ, പെട്ടെന്ന് അതെ അതിൽ അതെ ഒരു റൂട്ട് മാറിയ പോലത്തെ ഒരു ഫീൽ വന്നു. അതെ അതെ, അതൊന്ന് നോട്ട് ചെയ്യണം മിഥിലാജ്, അതൊരു നല്ല പോയിന്റ് ആണ്. ആ ഓക്കെ, അതാ എനിക്കൊരു ഇതായി തോന്നിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. താങ്ക് യു. ഞാൻ നല്ലൊരു സാധാരണ എഴുത്ത് ഇങ്ങനത്തെ വന്നു. ഒരു സൂം മീറ്റിംഗ് ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റലില്ല. കാരണം നമുക്ക് തന്നെ ചിലപ്പോൾ ബോറടിച്ചിട്ട് ഞാൻ ഇനി കാര്യമില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഇതിൽ പോകും. പക്ഷെ ഇപ്പോ ഈ ഒരു 5 ദിവസം ഞാൻ ഹാപ്പിയാണ്. ഓ താങ്ക് യു താങ്ക് യു. ഞാൻ ചില ക്ലാസ്സുകൾ സംഗീതം പോലെയാണ്, പെട്ടെന്ന് ഉറക്കം വരും. താങ്ക് ഈ യു ക്ലാസ് ഈ ഒരു നല്ല അല്ല ഫീഡ്ബാക്ക് സജീർ അവിടെ എഴുതിയിട്ടുണ്ട്. ചില ക്ലാസ്സുകൾ സംഗീതം പോലെയാണ്, പെട്ടെന്ന് ഉറക്കം വരും. ഈ ക്ലാസ് വെടിക്കെട്ടാണ്, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീൽക്കും, ഒട്ടും പോറില്ല, എൻജോയ് ചെയ്തു. മിഥിലാജിനെ കുറിച്ച് മാത്രമാണ് ആ പറഞ്ഞത്. അമ്മാതിരി ഞെട്ടിക്കലാണ് ഞെട്ടിക്കുന്നത്. എന്താ സൗണ്ടാ, സൂപ്പർ. അല്ല, ഇനിയിപ്പോ തുടർന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചൂടെ? അതെ അതെ, ചോദിക്കാം. ഓക്കെ. ഞങ്ങള് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പേടി എന്താ അറിയോ, ഞങ്ങൾ ഈ റെക്കോർഡ് സെഷൻ കുറച്ച് മിസ്സായിട്ടുണ്ട്. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടെൻഷൻ. വേറെ ടെൻഷൻ ഒന്നുമില്ല അതില്. ഞങ്ങൾ ഇനിയിപ്പോ എന്താ വിചാരിക്കുന്നത്, നെക്സ്റ്റ് ബാച്ചിൽ റെക്കോർഡിംഗ് സെഷൻ എടുത്ത് വെക്കാന്നുള്ളത്. എന്തുകൊണ്ടോ റെക്കോർഡിങ്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പൊ മിഞ്ഞാന്നത് നല്ല സീൻ ആവണതിന്റെ മുന്നേ ഞങ്ങള് ഇതാക്കി. ഇപ്പൊ ഷാഫി സാറിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. എന്തായാലും അത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ ഷുഹൈബ് സാറിനും ഷാഫി സാറിനും ഡയറക്റ്റ് വിളിച്ചു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് കത്തിന്നു. കാപ്പാത്തുങ്ക എന്ന് പറഞ്ഞതൊക്കെ സൂപ്പർ. മിഥിലാജ് ഫോൺ എടുത്തിട്ട് ഫാസിലായി. മിഥിലാജ് ഫോൺ എടുത്തിട്ട് ഒന്നും പറയില്ല, ഒരേ കരച്ചില്. ഓക്കെ താങ്ക് യു. ഓക്കെ ഗൈസ്, നല്ല രസമായിരുന്നു. ക്യാൻ എനിബഡി ഷെയർ യുവർ ഫീഡ്ബാക്സ് അഗൈൻ? വി ആർ വെയിറ്റിംഗ്. ഞാൻ ഷാന കം ഓൺ. പിന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ മുതൽ റിവ്യൂസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു ക്ലാസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ എന്തിനാ റിവ്യൂ ചോദിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് ഡേ കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഡേ തിരുത്താൻ പറ്റുന്നത്. എന്നാലേ നമുക്ക് അതിനെ കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഡേ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാണല്ലോ, അപ്പൊ ഇനി അതില് കറക്ഷൻ ഉണ്ടാക്കിയാൽ അത് നെക്സ്റ്റ് ബാച്ചിനാണ് അത് റെഡി ആവുന്നത്. അപ്പോ ആ ഒരു സംഭവം എനിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഒരു അറിവാണ്. നിങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തൊരു അറിവാണത്. പിന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പലതരം ബിസിനസ്സുകൾ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇത് ജസ്റ്റ് ഒരു തുടക്കം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, എനിവേ എന്തായാലും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാന. ആൻഡ് വീണ്ടും നിങ്ങളുടെ ഇന്നലത്തെ ഭക്ഷണത്തിന് നിങ്ങൾ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ഒക്കെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിഥിലാജ് എത്ര മറ്റേ ആ സംഭവമാണ് കഴിച്ചതെന്നുള്ളതിന്റെ കണക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അമ്മാതിരി അടിയായിരുന്നു അടിച്ചിരുന്നത്. ഓക്കെ, ബട്ട് ഹി വാസ് വെരി ഗുഡ്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലിപ്പോ ഒരാള് ആരാന്നൊക്കെ ഓർമ്മയില്ല, ഒരാൾ പറഞ്ഞു ഡെയിലി 200-300 കോളൊക്കെ ഒരു ടെലികോളർ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മനസ്സ് വേദനിച്ചു. കാരണം നമുക്ക് ഒരാള് കോൾ ചെയ്യുമ്പോ മാക്സിമം ഒരു 60-70-75, അതിന്റെ അപ്പുറം ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല.
ശരിക്കും ഒരു ആവറേജ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് 50 to 60 കോൾസ് ആണ്. അതിൽ തന്നെ 35 to 40 ആക്റ്റീവ് കോൾസ് ആണ്. ഇനി മാക്സിമം വലിച്ചു പിടിച്ചാൽ 50 ആവും. ആളുകളുടെ ഒരു ഇമോഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ശിവ് കേരയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, റിസൾട്ട് ഈസ് റിവാർഡഡ്, എഫേർട്ട് ഇസ് നോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല എഫേർട്ട് കുറെ കൊടുക്കുന്നതിന് പകരം റിസൾട്ട്സ് നന്നായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാനാണ്. എന്നാലും ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് സാജറിന് 300 വരെ എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. യു ആർ ആൻ അമേസിംഗ് ലീഡർ. ഓക്കെ. പക്ഷെ അത് സോറി. തന്നെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഒരാൾ ഒരു ദിവസം 300 കോളൊക്കെ ഓക്കെ. ചെയ്യാൻ. അപ്പോ മൊത്തത്തിലുള്ള ഒരു ഇനി എനിത്തിങ് ആരെങ്കിലും പറയാനുണ്ടോ? ഷംല മാം ഒന്നും പറഞ്ഞില്ലല്ലോ. സാർ ഒരു കാര്യം കൂടി പറയട്ടെ. ആ ആ പറയട്ടെ പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നോക്കിക്കൂടെ? കൊടുത്തവൻ മൊല്ലാക്കാക്കിട്ട് സാർക്ക് തന്നെ കൊടുത്തു. സീരിയസ്ലി ഇനി എന്താ അറിയോ, ഇവന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ലേ, ഇവൻ പറയും നിങ്ങളെ ടെലികോളിംഗ് സ്ട്രാറ്റജി ഫ്ലോപ്പാണ് പറയും. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാറേ എനിക്കൊരു പ്ലാനാണ്. അതെ, ഞാൻ എന്റെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അയാളെ റെഫർ ചെയ്യാം. ഫാസിൽ എന്നാണ് പേര്. ഫാസിൽ ഒരു കോള് വരും മറ്റേ. ബിലാൽ സാറേ ആ ഇന്നലെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ് നമ്മളുടെ കൊളീഗായിട്ട് ഷെയർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാള് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സാറ്, ബിലാൽ സാറ് പറഞ്ഞല്ലോ 5 റിജക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. 5 റിജക്ഷന് എത്രമാത്രം സ്ക്രിപ്റ്റ് എഴുതാന്നാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. വെരി ഗുഡ്, താങ്ക് യു. അതാണ് ഈ FAQ, ഈ അത് അതിന് വളരെ ബിഗ് സല്യൂട്ടാണ് സാറിനോട് പറയാനുള്ളത്. അത് ആ 5 റിജക്ഷന് എത്ര ടൈപ്പിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം. പല ആൾക്കാരും പലതരത്തിലായിരുന്നില്ലേ. എല്ലാവരും മാം 5 അല്ല 6 ആണ്. ഒരു പോയിന്റ് കൂടി മിസ് ആയിക്കണു. ടൈം ഒബ്ജക്ഷനും കൂടി ഉണ്ടല്ലേ, ടൈം ഒബ്ജക്ഷൻ. ടൈം ഒബ്ജക്ഷൻ. അപ്പൊ എന്റെ കൊളീഗിനോട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതൊന്ന് എഴുതി നോക്കിയാലോ എന്ന് ചോദിച്ചു. ഇപ്പൊ ബാക്കിയുള്ളവർ എല്ലാത്തിലും പോയിന്റ് മിസ്സായത് ചോദിക്കൂലേ? അങ്ങനെയൊന്നും ഇല്ല സാറേ. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടാ. ഇത്രയും കുറഞ്ഞൊരു എമൗണ്ടില് ഇത്രയധികം ട്രെയിനിങ് നമ്മളുടെ കേരളത്തിൽ വളരെ കുറവാണ്. നിങ്ങൾ അപ്പൊ എല്ലാവരും ഇത് വാല്യുബിൾ ആയിട്ട് എടുക്കണം എന്ന് എന്റെ റിക്വസ്റ്റ് ആണ്. കാരണം അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതിലെല്ലാവരും ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ എല്ലാവരും ഇതിനൊരു എന്താ പറയാ, നിങ്ങളൊരു 799 ഉള്ള വാല്യൂ അല്ല സാറ് തന്നിട്ടുള്ളത്. മിഥില സാർക്ക് ഒരുപാട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എനിക്കെന്താ ഓഫർ? ഒരു ഓഫറും ഇല്ല. ഞാൻ ഫുള്ള് പേയ്മെന്റ് അടച്ചിട്ടുണ്ട്. അതല്ല അത് ഷംല മാം പറഞ്ഞ പേയ്മെന്റ് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. എല്ലാവരും ഇത് പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുക ഇന്നലത്തെ പോലെ മാത്രം പ്രാക്ടിക്കൽ ആക്കിയാൽ തന്നെ നമുക്ക് 1 month to 3 month വർക്ക് ചെയ്യാൻ ഇഷ്ടപ്രകാരമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് പ്രാക്ടിക്കൽ ആക്കാൻ ഞാനും ട്രൈ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഫ്യൂച്ചറും എല്ലാവർക്കും ഒക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു. താങ്ക് യു. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ബിലാൽ സാറേ, ഹലോ, പറഞ്ഞോ. ഈ പാർട്ടിസിപ്പേറ്റ്സിനെ വെച്ചിട്ട് ഒരു അഡ്വാൻസ് ക്ലാസ് കൂടി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? ഒരു പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ പേഴ്സണൽ മാസ്റ്ററിങ് കുറച്ചുകൂടി ബിസിനസ് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാം. സെയിൽസ് ആൻഡ് ബിസിനസ്. ഇതിൽ ഫാസിൽ സാർ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ഫീൽ ചെയ്ത് എന്താ അറിയോ, ഇതിൽ കുറച്ച് പേര് എംപ്ലോയീസ് ആണ്, കുറച്ച് പേര് എന്റർപ്രണേഴ്സ് ആണ്, പിന്നെ കുറച്ച് പേര് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, കുറച്ച് പേര് സർവീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമുക്കൊരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ചലഞ്ചബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ശരിക്കും ടെലികോളിംഗ് വർക്ക്ഷോപ്പ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസ് സത്യം പറഞ്ഞാൽ ടെലികോളേഴ്സ് ആണ് ഉണ്ടാവുക. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ ബിസിനസ്സുകാർ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം അവർ കയറി, നല്ലതാണ്, സൂപ്പർ ഐഡിയ ആണ്. അപ്പൊ ബിസിനസ്സുകാർ എന്ത് ചെയ്തു, സെഷനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ടെലികോളേഴ്സ് എന്ത് ചെയ്തു, അവർക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് അവർ പിന്നിലേക്ക് വന്നു. ടെലികോളേഴ്സ് ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് എന്തായി പോകുന്നുണ്ട് വെച്ചാല് അപ്പൊ ബിസിനസ്സുകാർക്ക് മടുപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനൊന്നുകൂടി സ്ട്രാറ്റജൈസ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ട്. എന്താണ് ഫാസിക്ക് തോന്നണേ?
അല്ല അതില് ഈ കുറച്ച് ഇന്ററാക്ഷനില് മറ്റേ ടോപ്പിക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോ അതൊന്ന് കട്ട് ഓഫ് ചെയ്താൽ മാത്രം മതി. അതെ ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇതുമായിട്ട് ഒരു റിലേറ്റഡ് അല്ലാത്ത ഒരു 799 ഒരു 999 വന്നിട്ടുണ്ട് ഇതില്. അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് മിസ്സാവും. ഇതിൽ ശരിക്ക് ബിലാൽ സാറിന്റെ കോഴ്സ് വന്നിട്ടുള്ള 25th ഒരാഴ്ച മുമ്പായിരുന്നു ഈ കോഴ്സിനെ പ്ലാൻ ചെയ്തിട്ടുള്ള ബിലാൽ സാർ. അപ്പൊ ബിലാൽ സാറും ഞാൻ ആ പ്രോഗ്രാം ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് മന്ത് 1-ാം തീയതിയാണ് എന്റെ കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബിലാൽ സാർ ആ രജിസ്ട്രേഷൻ അവിടെ നടക്കും ചെയ്ത്, പിന്നെ ഈ അവിടെ ആ കോഴ്സ് സാറിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നടത്താനും പറ്റിയില്ല. അപ്പൊ ഈ 1-ാം തീയതിത്തെ കോഴ്സിന് അവരെ ആഡ് ഓൺ ചെയ്തപ്പോ സംഭവിച്ചതാണ് എന്നുള്ളതാണ്. അത് BNI മെമ്പേഴ്സും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ വന്നത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഹലോ, ആ ഓക്കെ ഷെഫീഖ്, താങ്ക് യു. ഷെഫീഖ് വലിയൊരു ഡ്രൈവിലാണല്ലോ, കുറെ പ്രസന്റേഷൻ നടത്തി. ആ ഇന്ന് പ്രസന്റേഷൻ ഒരു രക്ഷയില്ലട്ടോ. BNI സൂപ്പർ ആയിരുന്നു, സീരിയസ്ലി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് ഹൈ പ്രൊഫൈൽസ് ഉണ്ട്, ഇവർക്കൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. എന്നെ പേഴ്സണൽ മെസ്സേജ് ചെയ്യാം, ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതാണ്. സീരിയസ്ലി. നിങ്ങളുടെ പ്ലാന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കില്ല, അങ്ങോട്ട് മെസ്സേജ് അയക്കണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കാം. അഷ്റഫ് പോയെന്ന് തോന്നുന്നു. അഷ്റഫ് നേരെ ഐപോഡ് വാങ്ങിയിട്ട് വണ്ടി മാറ്റാൻ പോയി. കാരണം അടുത്ത ക്ലൈന്റിനെ കാണണമെങ്കിൽ ഷെഫീഖ് സാറ് ബിലാലിനെ വിടണ്ട, ബിലാൽ സാറിനെ വിടണ്ട. കാരണം എന്ന് വെച്ചാൽ ഹൈ ടിക്കറ്റ്സുകൾ മാത്രമാണ് കയ്യിലുള്ളൂ. ഷംല മാം ബിലാൽ സാറിന്റെ മന്ത്ലി റവന്യൂ എന്ന് പറഞ്ഞാൽ 8.5 ലാഖാണ്. മാഷാ അല്ലാ. പറഞ്ഞിട്ട് എന്ത് പറയാനുള്ള മടി? അങ്ങനെയൊന്നും ഇല്ലടാ, ഇവ വെറുതെ പറയണാണ്. ഞാൻ ഈ നിങ്ങൾ കത്തിക്കുത്ത് നമ്മളിപ്പോ ഒരു ക്ലാസ് അല്ലാട്ടാ. എനിക്ക് നമ്മളെ ഒരു അവിടെ ഇരിക്കുന്ന ആളില്ലേ, നമ്മളെ കാറ്ററിംഗ് നടത്താൻ ആള്. അപ്പൊ ആ ആൾക്ക് എനിക്ക് ആളിങ്ങനെ പറയുമ്പോ തോന്നിപ്പോയ ഒരു ഐഡിയ ആണ് കേട്ടോ. ആളുകൾക്ക് ഭയങ്കര എന്താ പറയാ ടെൻഷൻ ഫ്രീ ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഈ സജീറ ഒരു കാര്യം പറഞ്ഞു, ജോലി തേടുന്ന ഒരു പാവ ഇവിടെ ഉണ്ട്, എല്ലാവരും ഒന്ന് മനസ്സ് വെക്കണം എന്ന്. തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോ ഗുരുവായൂർ അടുത്തുള്ള പുന്നയൂർകുളം പഞ്ചായത്തിലാണ് വീട്. കടപ്പുറം പഞ്ചായത്ത്. സജീറ ഞങ്ങൾ അയൽവാസിയാണല്ലോ. എവിടെ? ഞങ്ങള് ഗുരുവായൂരാണ്. ആണോ? കടപ്പുറം പഞ്ചായത്താ? കടപ്പുറം പഞ്ചായത്ത് അല്ലേ? അതെവിടെയാ? അത് കടപ്പുറം മറ്റേ മണത്തലൊക്കെ അടുത്തല്ലേ? നിങ്ങളുടെ മണ്ഡലം തന്നെയാണ്. ഗുരുവായൂരാണോ? ഗുരുവായൂർ മണ്ഡലമാണ്, നിയോജക മണ്ഡലം. അതെല്ലേ? ഓഫ്ലൈൻ കോഴ്സ് ചെയ്യലുണ്ടോ നിങ്ങള്? ഉണ്ട്. നമ്മള് സെയിൽസിലും പബ്ലിക് സ്പീക്കിങ്ങിലും ഒക്കെ ഓഫ്ലൈൻ കോഴ്സസുകൾ ചെയ്യലുണ്ട്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പുകൾ ചെയ്യലുണ്ട്. ഫാസിലിനെ ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഫാസിലിന്റെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. നമുക്ക് ആ പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ബാച്ച് വരാനായിട്ടുണ്ട്, ഞാൻ വിളിക്കാം. നല്ല ഓപ്പർച്യൂണിറ്റിയാ, കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും കോൺവെർസേഷൻസും മാറ്റി. ഇപ്പൊ ഷിഹാബ് ആ ഒരു വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 തവണയും തട്ടി വരാൻ പറ്റാതിരുന്നാണ്. നെക്സ്റ്റ് വർക്ക്ഷോപ്പിന് എത്തും എന്നുള്ളത് ഇപ്പം ഈ സെഷൻ ഇടയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സഭാകമ്പം നമ്മുടെ അടുത്ത് തോട്ടിലേറി. ഓഫർ ഉണ്ട്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർക്ക് ഓഫർ കൊടുത്തത്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർക്ക് എത്ര കൊടുക്കണം? ഞാൻ ബിലാൽ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് കേട്ടോ. ബിലാൽ സാറിന്റെ വാക്കുകളുടെ ചടുലത ഉണ്ടല്ലോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിലൊരു പ്ലസ് പോയിന്റ് കണ്ടത് നിങ്ങൾ രണ്ടുപേരും ഫാസിലിനെ റിമൂവ് ചെയ്യോ? വെറുതെ എന്തിന്? ഷെഫീഖ് എന്തോ നല്ലത് പറഞ്ഞു. അതെ, നിങ്ങളിൽ കണ്ടൊരു പ്ലസ് പോയിന്റ് എന്താ പറയുക, നിങ്ങൾ ഒരിക്കലും ഈ ഒരു 5 ദിവസം നിങ്ങൾ പതറിയിട്ടില്ല ഒരാളെ മുമ്പിലും. അത് ഭയങ്കര ക്വാളിറ്റി കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ പിന്നുകൂടെ പോയി കാല് പിടിക്കുന്നുണ്ട്, പക്ഷെ അത് അറിയില്ല. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അല്ലടാ, സത്യത്തിൽ ഞങ്ങൾ രണ്ടാളും ഹൃദയം തുറന്ന് പറയാലോ. നമുക്ക് പല ഘട്ടങ്ങളിലും എന്താ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സെഷനിൽ. കാരണം എന്താ വെച്ചാൽ 2 തരം ആൾക്കാരായി. പക്ഷെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ ഒരു ദിവസം റിയ റഷീദ് മാം എന്നെ കൊണ്ട് അങ്ങോട്ട് പോയി. ഇന്നലെ പിന്നെ 200 ആളെ പ്രോഗ്രാം ആയിരുന്നു.
രണ്ടാളും കേറി അടിച്ചു. ഭയങ്കര ബിലാൽ സാറൊക്കെ ഇങ്ങനെ 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 ഇട്ടു. ഭയങ്കര ഫീഡ്ബാക്ക് ഒക്കെ ആവും വിചാരിച്ചു ബിലാൽ സാർ ഒരാളെ വിളിച്ചു. അല്ല ഞാൻ പറയണോ ഓപ്പ സെഷന് എന്റെ രോമൊക്കെ ഇങ്ങനെ നീറ്റിക്ക. ഒരുത്ത നീറ്റുകാണ്ട് വന്നുകാണ്ട് പറയണേ, ബിലാൽ സാറേ മോട്ടിവേഷനോടൊന്നും കാര്യമില്ല, സംഭവം അടിപൊളിയുണ്ട്. ബിലാൽ സാർ എടപ്പാട് വന്നിരുന്നല്ലേ? വന്നിരുന്നു. രസം എന്താ വെച്ചാലേ പാരന്റ്സ് ഒക്കെ കരഞ്ഞിട്ട് കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അതിൽ ഒരുത്തൻ ഇങ്ങനെ ഇളകി വന്നു ഫീഡ്ബാക്ക് പറയാം. എന്നിട്ട് ഓൻ പറയണേ, മോട്ടിവേഷൻ കൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ, ക്ലാസ് ഒക്കെ അടിപൊളിയാണെന്ന്. മൊത്തത്തിൽ വെറുതെ പോയി. അതേപോലെ സംഭവം കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും എത്രയായി? 10:33 എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അസർ ഒന്നും പറഞ്ഞില്ല, ഫീഡ്ബാക്ക് പറഞ്ഞില്ല. അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് അഷ്റഫും പറഞ്ഞിട്ടില്ല. അല്ല, ക്ലാസ് ഒക്കെ നന്നായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ ക്യാഷ് പോയെന്ന് വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അവിടുന്ന് അങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്ത് പോയപ്പോ നിങ്ങൾ രണ്ടുപേരും സെക്ഷൻ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എന്റെ പിള്ളേർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെക്ഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ ഡെയിലി ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ഞാൻ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ടെലികോളിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒരുപാട് വാല്യൂ തന്നിട്ടുണ്ട്. എനിക്കൊരു സജഷൻസ് ഉള്ള എന്താന്ന് വെച്ചാൽ, ശരിക്കും നിങ്ങൾ ഇതിന്റെ കൂടെ ഒരു 1 ഡേ ഓഫ്ലൈൻ സെക്ഷനും കൂടെ വെക്കണം. നമ്മളിപ്പോ ഇങ്ങനെ ഓൺലൈനിൽ ഇത് കണ്ട് കേട്ട് കഴിഞ്ഞു പോയി എന്നല്ലാതെ ശരിക്കും നമ്മളിപ്പോ ഈ ആളുകളെ വെച്ചിട്ട് അതിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നു എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ എന്നിരുന്നാലും ശരിക്കും ഇങ്ങനെ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, അല്ല ഞാൻ പറയുന്നത് ഈ ബഡ്ജറ്റിൽ നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴേ അതും കൂടെ മുന്നിൽ കണ്ടിട്ട് ഒരു 1 ഡേ ഓഫ്ലൈൻ സെക്ഷനും കൂടെ ശരിക്കും കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. പ്ലാൻ ഉണ്ട്, നമ്മൾ ആലോചിക്കുന്നുണ്ട്. കൂടെ വൈഫുണ്ട്, അവള് വണ്ടറച്ചിരിക്കാണ് എന്താ സംഭവം വെച്ചിട്ട്. അതെ, നല്ല കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ട് മിഥിലാജ് ഒരു സെഷൻ എടുക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും എങ്ങനെ ഒന്നിച്ച് ജീവിക്കാം. ഓനും എന്റെ വൈഫും ശരി, എന്ത് എങ്ങനെ ഓടി രക്ഷപ്പെടാം? അവിടെ അഫ്സൽ ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഇന്നലെ ഓട്ടോമേഷൻ, ഇപ്പൊ വിവാഹ ജീവിതം മുഴുവൻ സിസ്റ്റമാറ്റിക് ആണ്, ഓട്ടോമേഷൻ ആണ്. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്. ഓക്കെ അഷ്റഫ്, സാറേ ഒരു കാര്യം പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള അഷ്റഫ് സാറിനോടാ, നിങ്ങളുടെ കാറ്ററിംഗ് കേട്ടിട്ട് ആ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം. നിങ്ങളെ ഭാഗത്തൊക്കെ വരാറുണ്ട്. നമ്മ അവിടെ പന്നിത്തടൊക്കെ സ്ഥിരം വർക്ക് ചെയ്യാൻ വരുന്നത്, എവറസ്റ്റ് വരാറുണ്ട്, തെൽക്കോണി വരാറുണ്ട്, ചാവക്കാട് വന്നേണ്ടാ. ചാവക്കാട് രാജ ചെയ്യാറുണ്ട്. രാജയിൽ ഇനി വരുമ്പോ പറ, റോപ്പി വന്നിട്ട് കഴിച്ചിട്ട് പോരാലോ. കല്യാണം വെച്ചില്ലേലും വേണ്ട, ഞാൻ ചലഞ്ച് ചെയ്യാം. നമ്മളെ മട്ടൻ ബിരിയാണി കഴിച്ചു നോക്കുക, അതിലെ ക്വാളിറ്റി ഉള്ള മട്ടൻ ബിരിയാണി കിട്ടിയാൽ ഫുൾ സെറ്റിൽമെന്റ്. എന്നെ വിളിക്കണില്ല, നിങ്ങള് കല്യാണം ബന്ധപ്പെട്ടോ, നമുക്ക് കലക്കാം. മിഥിലാജിന്റെ കല്യാണത്തിന് നമ്മള് ഓഫർ വെച്ച് സെറ്റ് ചെയ്യണം. മിഥിലാജിന്റെ കല്യാണത്തിന് കേട്ടോ, അതെ, കല്യാണത്തിന് മീൻ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ. EMI അവൈലബിൾ ആണോ? EMI അവൈലബിൾ ആണോ കാറ്ററിംഗിന്? EMI അവൈലബിൾ ആണോ? ബജാജ് അലയൻസ് ഉണ്ടോന്ന് പേഴ്സണൽ സംസാരിക്കാം. ശരി, ഗുഡ് നൈറ്റ്, താങ്ക് യു. ബ്ലാങ്ങാട് വരാറുണ്ട്, ഫിഷ് എടുക്കാൻ വരാറുണ്ട്. ബ്ലാങ്ങാട് അപ്പൊ ഇനി മുതൽ ഫിഷ് ഞങ്ങൾ അവിടെ നിർത്തൂടെ? ഞാൻ ഉറപ്പായിട്ടും, ഞങ്ങൾക്കുണ്ട് ഷോപ്പ്, നൈജ ഫിഷ് സെന്റർ. ഞാൻ ഈ ചൂണ്ടര ഫിഷ് എനിക്ക് കൂടുതൽ ആവശ്യം, അത് ഉടഞ്ഞിട്ടുണ്ടാവില്ല. ആ വലിയ ഇറക്കൊക്കെ എനിക്ക് കൊളുത്തുന്നത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സമയം നല്ല വൈകി. എല്ലാവരും